സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ദി ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ജോയിനിങ് ദി മിഡ് പോയിൻറ്റ്സ് ഓഫ് എനി ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലലോഗ്രാം. ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ മിഡ് പോയിൻറ്റ്സ്, സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ഒരു പാരലലോഗ്രാം ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വാട്ട് ഷുഡ് ബി ദി ഒറിജിനൽ ക്വാഡ്രിലാറ്ററൽ ടു ഗെറ്റ് ദി ഇന്നർ ക്വാഡ്രിലാറ്ററൽ ആസ് റോംബസ്, റെക്റ്റാങ്കിൾ, സ്ക്വയർ. പിന്നെ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ സൈഡ്സ്, ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ 4 സൈഡ്സ് ഉള്ള ഫിഗറാണ് ക്വാഡ്രിലാറ്ററൽ. അതിൻ്റെ സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് വേറൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കും. വീണ്ടും നമുക്ക് 4 സൈഡ്സ് ഉള്ളൊരു ഫിഗർ ആയിരിക്കും കിട്ടുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതൊരു പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ അകത്തെ ക്വാഡ്രിലാറ്ററൽ റോംബസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് ഏത് ക്വാഡ്രിലാറ്ററൽ എടുക്കണം. ഇനി അകത്ത് റെക്റ്റാങ്കിൾ കിട്ടാൻ നമ്മൾ ഏത് എടുക്കണം, അകത്ത് സ്ക്വയർ കിട്ടാൻ നമ്മൾ ഏത് ക്വാഡ്രിലാറ്ററൽ എടുക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാം. ഇവിടെ ABCD എന്നൊരു ക്വാഡ്രിലാറ്ററൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ സൈഡ്സിൻ്റെ മിഡ് പോയിൻ്റാണിത്. ADയുടെ മിഡ് പോയിൻറ്റ് P, ABയുടെ മിഡ് പോയിൻറ്റ് Q, BCയുടേത് R, DCയുടേത് S. ഈ PQRS ജോയിൻ ചെയ്ത് നമ്മൾ വേറൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യേണ്ടത് ഈ PQRS എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഗ്രാമാണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഫസ്റ്റ് ട്രയാങ്കിൾ എടുക്കുക, ABD എന്നൊരു ട്രയാങ്കിൾ എടുക്കുക. ഈ ഒരു ട്രയാങ്കിൾ എടുക്കണം, ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുമ്പം ഈ Pയും Qയും എന്താണ്? ADയുടെയും ABയുടെയും മിഡ് പോയിൻറ്റ്സാണ്. അന്നേരം ഈ മിഡ് പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ സൈഡിന് പാരലലാണ്, മൂന്നാമത്തെ സൈഡിൻ്റെ ഹാഫുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അവരെ നോക്കുവാണെങ്കിൽ ഈ PQ എന്തായിരിക്കും? BDക്ക് പാരലലായിരിക്കും. അതുപോലെ PQൻ്റെ ലെങ്ത് എന്ന് പറയുമ്പം BDയുടെ ലെങ്ത്തിൻ്റെ ഹാഫായിരിക്കും. ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിൾ എടുക്കാം, CBD എന്നുള്ള ട്രയാങ്കിൾ എടുക്കുമ്പോൾ അവിടെ ഇതുപോലെ RS എന്താണ്? BDക്ക് പാരലലാണ്. RSൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് BDയുടെ ലെങ്ത്തിൻ്റെ ഹാഫാണ്. ഇനി ട്രയാങ്കിൾ ABDയിൽ Pയും Qയും എന്താണ്? ADയുടെയും ABയുടെയും മിഡ് പോയിൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ PQ എന്താണ്? പാരലൽ ടു BD ആണ്. PQൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ BD/2, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. അതുപോലെ ട്രയാങ്കിൾ BCD എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? SUം R എന്താണ്? CDയുടെയും CBയുടെയും മിഡ് പോയിൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ SR BDക്ക് പാരലാണ്. SRൻ്റെ ലെങ്ത് എന്താണ്? BD/2 ആണ്. ഇവിടെ PQ SR നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ആണെന്നും കിട്ടി. PQ SRും പാരലൽ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലും ആണെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം? ഒരു പാരലലോഗ്രാമാണെന്ന് പറഞ്ഞുകൂടെ? ഇവിടെ അന്നേരം PQRS എന്താണ്? ഒരു പാരലലോഗ്രാമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ അകത്തെ ക്വാഡ്രിലാറ്ററലാണ് നമ്മളിപ്പോൾ എന്ത് പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തത്. ഇനി എന്ന് പറയുന്നത് ഈ അകത്ത് കിടക്കുന്നത്, ഈ അകത്തെ ക്വാഡ്രിലാറ്ററൽ ഒരു റോംബസ് ആവണമെങ്കിൽ പുറത്ത് ഏത് ക്വാഡ്രിലാറ്ററൽ എടുക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ അകത്തത് റോംബസ് ആവണമെങ്കിൽ ഈ പുറത്തെ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. റോംബസ് എന്ന് വെച്ചാൽ എന്തുവാ? എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള പാരലലോഗ്രാമാണ് റോംബസ്.
ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പാരലോഗ്രാമാണ് നമ്മൾ പ്രൂവ് ചെയ്ത് PQRS. ഇനി ഇതിൻ്റെ 4 സൈഡ്സ് ഈക്വൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ AC-യും BD-യും എന്ന് വെച്ചാൽ ഈ ABCD എന്നുള്ള ക്വാഡ്രിലാറ്ററലിൻ്റെ 2 ഡയഗണൽസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. AC-യും BD-യും ഈക്വൽ ആവണം. അന്നേരം ഡയഗണൽസ് ഈക്വൽ ആവണം. പുറത്തെ ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽസ് ഈക്വൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അകത്ത് റോംബസ് കിട്ടും. അങ്ങനെ ഡയഗണൽസ് ഈക്വൽ ആവുന്നത് റെക്റ്റാങ്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് എന്താണ്? ഈക്വൽ ആണ്. അന്നേരം പുറത്ത് ഈ ഒരു ക്വാഡ്രിലാറ്ററൽ റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അകത്ത് ഒരു റോംബസ് കിട്ടും. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ അകത്തെ ക്വാഡ്രിലാറ്ററൽ, അതായത് ഈ PQRS എന്നുള്ളത് ഒരു റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ ABCD എന്തൊരു ക്വാഡ്രിലാറ്ററലായിരിക്കണം? ഇനി റെക്റ്റാങ്കിൾ കിട്ടണമെങ്കിൽ ഈ ഡയഗണൽസ് കണ്ടോ? ഈ AC-യും BD-യും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കണം. ഈ ഡയഗണൽസ് ആയിട്ടുള്ള AC-യും BD-യും എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് PQRS എന്ത് കിട്ടും? ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് കിട്ടും. ഇനി ഡയഗണൽസ് ഏതിൻ്റെ ഡയഗണൽസാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആവുന്നത്? റോംബസിൻ്റെ കേസിൽ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. റോംബസിന് ഡയഗണൽസ് എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ ആണ്. അതായത് ഈ പുറത്ത് ABCD എന്ന് പറയുന്ന ഒരു റോംബസ് ആവുകയാണെങ്കിൽ നമുക്കകത്ത് എന്തോ കിട്ടും? ഒരു റെക്റ്റാങ്കിൾ കിട്ടും. നമുക്ക് നേരത്തെ പറഞ്ഞ ABCD ഒരു റെക്റ്റാങ്കിൾ ആവുകയാണെങ്കിൽ നമുക്കകത്തൊരു റോംബസ് കിട്ടും. അതുപോലെ ABCD ഒരു റോംബസ് ആവുകയാണെങ്കിൽ അകത്ത് PQRS എന്തായിരിക്കും? ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും. ഇനി അകത്ത് സ്ക്വയർ വരണമെങ്കിൽ ഈ ABCD എന്നുള്ള ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽസ് ഈക്വലും ആയിരിക്കണം, പെർപെൻഡിക്കുലേഴ്സും ആയിരിക്കണം. AC-യും BD-യും ഈക്വലും ആയിരിക്കണം, അത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ അകത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ കിട്ടും. എന്ന് വെച്ചാൽ ഡയഗണൽസ് ഈക്വലും പെർപെൻഡിക്കുലറും ആയിരിക്കണം, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഈക്വലും ആയിരിക്കണം. സ്ക്വയറിന് ആ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അന്നേരം പുറത്ത് ഒരു സ്ക്വയർ ആണെങ്കിൽ നമുക്ക് അകത്തും എന്ത് കിട്ടും? ഒരു സ്ക്വയർ കിട്ടും. ഇന്നർ ക്വാഡ്രിലാറ്ററൽ റോംബസ് കിട്ടണമെങ്കിൽ പുറത്ത് എന്തായിരിക്കണം? റെക്റ്റാങ്കിൾ ആയിരിക്കണം. അതുപോലെ അകത്ത് റെക്റ്റാങ്കിൾ കിട്ടണമെങ്കിൽ പുറത്ത് ആരായിരിക്കണം? റോംബസ് ആയിരിക്കണം. അകത്ത് സ്ക്വയർ കിട്ടണമെങ്കിൽ പുറത്ത് എന്ത് തന്നെ ആയിരിക്കണം? സ്ക്വയർ തന്നെ ആയിരിക്കണം.